ഹായ് ഓൾ. കേരള യൂണിവേഴ്സിറ്റി FIUGP സെമസ്റ്റർ 4-ലെ ഷേക്സ്പിയർ സ്റ്റഡീസ് എന്ന പേപ്പറിൽ മൊഡ്യൂൾ 3 ട്രാജഡീസ് വരുന്ന മൊഡ്യൂൾ 3-ൽ നമുക്ക് ഒഥല്ലോ എന്ന് പറയുന്ന പ്ലേയിലെ ഇയാഗോസ് മാനിപ്പുലേഷൻ എന്നൊരു ഭാഗം പ്രെസ്ക്രൈബ്ഡ് ആയിട്ടുണ്ട്. ആ ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇയാഗോസ് മാനിപ്പുലേഷൻ തന്നെയാണ് ഇയാഗോസ് ഫസ്റ്റ് സോളിലോക്കി. അപ്പോൾ സോളിലോക്കി എന്താണെന്ന് നമ്മളിതിന് മുന്നേയുള്ള ഓഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹാംലെറ്റ് പഠിക്കുന്ന സമയത്ത് അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. വീണ്ടും ഞാനതിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒഥല്ലോ എന്ന് പറയുന്ന നാടകത്തിൻ്റെ ഫുൾ ടൈറ്റിൽ വരുന്നത് ഒഥല്ലോ ദി മൂർ ഓഫ് വെനീസ് എന്നാണ്. ഇറ്റ് വാസ് റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ അറൗണ്ട് 1603 ഓർ 1604. നമുക്ക് കറക്റ്റായിട്ടൊരു പിൻ പോയിൻ്റ് ചെയ്ത് ഈ വർഷമാണ് ഇത് എഴുതിയത് എന്ന് പറയാൻ പറ്റില്ല. 1603-ലോ 604-ലോ ആണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത്. പക്ഷെ പെർഫോം ചെയ്യുന്നത് 1604-ൽ തന്നെയാണ്. അപ്പോൾ ഫുൾ നെയിം ഒഥല്ലോ ദി മൂർ ഓഫ് വെനീസ് എന്നാണ്. ഷേക്സ്പിയറിൻ്റെ ഒട്ടുമിക്ക നാടകങ്ങളും അദ്ദേഹം സ്വന്തമായിട്ട് ഇമാജിൻ ചെയ്ത് എഴുതുന്നതല്ല, മറ്റേതെങ്കിലും ഒരു പ്ലോട്ടിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു കഥാതന്തു അല്ലെങ്കിൽ ഒരു വൺ ലൈൻ സ്റ്റോറി കാണും. അതിനെയാണ് അദ്ദേഹം സ്വന്തമായിട്ട് ഒരു പ്ലേ ആയിട്ട് വികസിപ്പിക്കുക. സോ ഇവിടെ ഒഥല്ലോയുടെ സോഴ്സ് എന്ന് പറയുന്നത്, പ്ലോട്ടിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഗിറാൾഡി സിൻറ്റിയോ എന്ന് പറയുന്ന ഓഥറിൻ്റെ ഉൻ ക്യാപിറ്റാനോ മോറോ എന്ന് പറയുന്ന ഒരു വർക്കുണ്ട്. ഉൻ ക്യാപിറ്റാനോ മോറോ എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ പ്ലേ ആയിരുന്നു. അപ്പോൾ ഇറ്റാലിയൻ കഥാതന്തുവിൽ നിന്നുമാണ് അദ്ദേഹം ഒഥല്ലോ എന്ന് പറയുന്ന പ്ലേ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആക്ട് 1 സീൻ 3-ലാണ് ഇയാഗോയുടെ ഈ ഒരു സോളിലോക്കി വരുന്നത്. അപ്പോൾ അതുവരെ നടന്ന ആക്ട് 1 സീൻ 1, സീൻ 2, പിന്നെ ആക്ട് 1 സീൻ 3-ലാണ് ഇയാഗോയുടെ ഈ സോളിലോക്കി വരുന്നത്. അപ്പോൾ ആക്ട് 1 സീൻ 1-ലും സീൻ 2-ലും സീൻ 3-ലും ഇയാഗോയുടെ സോളിലോക്കിക്ക് തൊട്ട് മുന്നേ നടന്ന കാര്യങ്ങൾ കൂടി അറിഞ്ഞാലേ നമുക്ക് സോളിലോക്കിയുടെ മീനിങ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഞാനിത് ഫുൾ വായിക്കുന്നില്ല, നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ച് ഇംഗ്ലീഷ് ഒന്ന് വായിച്ച് വിടുക. ഞാൻ മലയാളത്തിൽ വളരെ ചുരുക്കിയാണ് കഥ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെനീസിൽ ഒരു മൂറായിരുന്നു ഒഥല്ലോ. അതായത് കറുത്ത വർഗ്ഗക്കാരനാണ്, ആഫ്രിക്കൻ ഡിസെൻഡൻ്റ് ആണ് അദ്ദേഹം. ആ നല്ല സേനാ തലവൻ കൂടെയാണ്. രാജാവിൻ്റെ കീഴിൽ, ഡ്യൂക്കിൻ്റെ കീഴിൽ, രാജാവല്ല ഡ്യൂക്കാണ്, ഡ്യൂക്കിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തി കൂടിയായിരുന്നു ഒഥല്ലോ. അപ്പോൾ ഒഥല്ലോ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം പവേഴ്സൊക്കെ അദ്ദേഹത്തിനുണ്ട്. ആര് ലെഫ്റ്റനൻ്റ് ആക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനുള്ള അധികാരം ഒഥല്ലോയ്ക്കുണ്ട്. ഇയാഗോയും കാസിയോ 2 പേര് ഒഥല്ലോയുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ്. ഇയാഗോ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു തനിക്ക് ലെഫ്റ്റനൻ്റ് ആവാനുള്ള ഒരു പ്രൊമോഷൻ കിട്ടുമെന്ന്. പക്ഷേ ഒഥല്ലോ ആ പ്രൊമോഷൻ കൊടുത്തത് കാസിയോ എന്ന് പറയുന്ന മറ്റൊരു യോഗ്യനായിട്ട് വെൽ ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് തന്നെയാണ് അദ്ദേഹം ആ ഒരു പദവി കൊടുത്തത്. അപ്പോൾ ഈ ഒറ്റ കാരണത്താൽ ഇയാഗോയ്ക്ക് ഒഥല്ലോയുടെ കൂടെ ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ആ നാട്ടിലെ അതിസുന്ദരിയായ ഒരു വ്യക്തിയായിരുന്നു ഡെസ്ഡിമോണ. ബ്രബാൻഷ്യോ എന്ന് പറയുന്ന ഒരു ധനികനായിട്ടുള്ള ഒരു പ്രഭുവിൻ്റെ മകളായിരുന്നു ഡെസ്ഡിമോണ. ഡെസ്ഡിമോണയ്ക്ക് ഒഥല്ലോയുടെ യുദ്ധകഥകളും ഒറ്റപ്പെട്ട ഒരു ഓർഫണായിട്ടൊക്കെ ജീവിച്ച ഒഥല്ലോയുടെ കഥകൾ കേൾക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം ഒഥല്ലോയുടെ കൂടെ തോന്നുന്നുണ്ട്. അവർ പ്രണയത്തിലാവുന്നുണ്ട്. ഒരു പ്രഭുവിൻ്റെ മോള്, അതായത് അത്രയ്ക്കും ധനികയായ അതിസുന്ദരിയായ ഒരു സ്ത്രീയും, ഇപ്പുറത്തെ വശത്തുള്ളത് ആഫ്രിക്കക്കാരൻ, കറുത്ത വർഗ്ഗക്കാരൻ, ഒട്ടും ഭംഗിയില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഉപേക്ഷിക്കുന്ന ശരീരമാസകലം യുദ്ധത്തിൻ്റെ തഴമ്പുകളും മുറിവുകളും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു ഒഥല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഒരിക്കലും ബ്രബാൻഷ്യോ കല്യാണം കഴിപ്പിച്ച് വിടത്തില്ല. ആ ഒരു ഒറ്റ കാരണത്താൽ ഇവർ 2 പേരും കൂടി ഒളിച്ചോടുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ മറ്റൊരു വ്യക്തി കൂടി വരുന്നുണ്ട്. റോഡ്രിഗോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ധനികനായിട്ടുള്ള എന്നാൽ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തൊരു വ്യക്തിയായിരുന്നു റോഡ്രിഗോയ്ക്ക് എങ്ങനെയെങ്കിലും ഡെസ്ഡിമോണയെ കല്യാണം കഴിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അതിന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇയാഗോ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്ലാൻസ് തച്ചടച്ചുകൊണ്ടാണ് ഒഥല്ലോയും ഡെസ്ഡിമോണയും കൂടി ഒളിച്ചോടി പോകുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോഡ്രിഗോയും ഇയാഗോയും കൂടി അത് പോയി ബ്രബാൻഷിയോട് പറയുന്നുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഡ്യൂക്കിൻ്റെ മുന്നേ പോയിട്ട്, അതായത് ആ നാട്ടിലെ തലവൻ്റെ അടുത്ത് പോയിട്ട് ഈ ഒരു പ്രശ്നം പറയുന്നുണ്ട്. ഒഥല്ലോ മാന്ത്രിക അല്ലെങ്കിൽ മന്ത്രവാദം യൂസ് ചെയ്തിട്ടാണ് ബ്രബാൻഷിയോൻ്റെ മകളായിട്ടുള്ള ഡെസ്ഡിമോണയെ വിളിച്ചിറക്കിക്കൊണ്ട് പോയെന്നൊക്കെ പറയുന്നു. അങ്ങനെ അല്ലാന്ന് തിരികെ പറയുന്നുണ്ട്. ഈവൻ ഡെസ്ഡിമോണ എന്നെ നേരിട്ടെത്തിയിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ ശരിക്കും സ്നേഹത്തിൽ പോയതാണ്, എന്നെ ആരും മന്ത്രവാദത്താൽ കൊണ്ടുപോയതല്ല എന്ന് പറയുന്നു. പിന്നീട് ഇവരെ 2 പേരെയും സൈപ്രസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മിലിറ്ററി കമാൻഡർ ആവാൻ വേണ്ടിയിട്ട് ഒഥല്ലോനെ അയക്കുന്നുണ്ട്. കൂടെ ഡെസ്ഡിമോണയും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ റോഡ്രിഗോയ്ക്ക് മനസ്സിലായി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരുടെ ഒളിച്ചോട്ടത്തിന് ഒരു ലോഫുൾ വെഡ്ഡിങ് ആയിട്ട് ഡ്യൂക്ക് ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് ലീഗലി ഒരു മാരേജ് ആയിട്ട് കണക്കാക്കിയിരുന്നില്ല. പക്ഷേ ഡ്യൂക്കിൻ്റെ മുന്നേ എത്തി ഇവർ 2 പേരും 2 പേരുടെയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ കല്യാണം ഒരു ലോഫുൾ വെഡ്ഡിങ് ആയിട്ട് മാറുന്നുണ്ട്.
പക്ഷേ അപ്പോഴും റോഡ്രിഗോനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാഗോ പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ ഇവരെ രണ്ടുപേരെയും തമ്മിൽ അടുപ്പിച്ചിട്ട് ഡെസ്റ്റിമോണിയനെ എങ്ങനെയെങ്കിലും റോഡ്രിഗോയ്ക്ക് എന്നെ തിരികെ തരും, കാശ് മാത്രം കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ റോഡ്രിഗോ അത് കഴിഞ്ഞ് പോകുന്ന ആ ഒരു മൊമെൻറ്റിൽ ഇയാഗോ സ്റ്റേജിൽ ഒറ്റയ്ക്കാവുന്നുണ്ട്. ഈ ഒരു മൊമെൻറ്റിലാണ് ഹി ഡെലിവേഴ്സ് ദി സോളിലോക്കി, റിവീലിംഗ് ഹിസ് ഹേറ്റ്രഡ്, സസ്പീഷൻ, അംബീഷൻ ആൻഡ് ഹിസ് പ്ലാൻ ടു ഡെസ്ട്രോയ് ഒഥല്ലോ യൂസിങ് കാസിയോ. അപ്പോൾ ഒഥല്ലോനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഇയാഗോ ഒറ്റയ്ക്ക് പറയുന്ന ഈ ഒരു സോളിലോക്കിയാണ് നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള കഥ ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് ലൈൻസേ ഉള്ളൂ. ദസ് ഡു ഐ എവർ മേക്ക് മൈ ഫുൾ മൈ പേഴ്സ്. അപ്പോൾ റോഡ്രിഗോ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ആലോചിക്കുക, റോഡ്രിഗോ വളരെ ധനികനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇയാഗോ ആണെങ്കിൽ വെറും ഒരു ജോലിക്കാരന് സമാനമായിട്ടുള്ളൊരു വ്യക്തി. അപ്പോൾ റോഡ്രിഗോയുടെ മുന്നിൽ സംസാരിക്കുമ്പോഴത്തേക്കും പ്രഭു തമ്പുരാനെ എന്നൊക്കെ വിളിച്ചായിരിക്കും സംസാരിക്കുക. പക്ഷെ റോഡ്രിഗോ അങ്ങോട്ട് പോയതും അയാളെ വിളിക്കുന്നത് ഫൂൾ എന്നാണ് വിളിക്കുന്നത്. അതായത് റോഡ്രിഗോനെ എപ്പോഴും എൻ്റെ മണിയുടെ സോഴ്സാക്കി ഞാൻ മാറ്റും, ഒരു ഫിനാൻഷ്യൽ ഗെയിനിന് വേണ്ടി മാത്രം ഞാൻ യൂസ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും റോഡ്രിഗോ, അല്ലാണ്ട് ഡെസ്റ്റിമോണിയനെ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കാനൊന്നും എനിക്കൊരു ഉദ്ദേശമില്ല എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നത്. ഫോർ ഐ മൈൻഡ് വോണ്ട് ഗെയിൻസ് നോളജ് ഷുഡ് പ്രൊഫെയിൻ. സോ അടുത്ത് പറയുന്ന കാര്യം, ഇയാളെ കൊണ്ട് ഞാൻ ആവശ്യത്തിന് കാശ് മേടിക്കും, കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ബുദ്ധിക്ക് ഒരു പ്രൊഫെനിറ്റി ആയിട്ടത് മാറും, അതൊരു ഡിസ്ഗ്രേസ് പോലെ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാ ഇത്രയും ബുദ്ധിശക്തിയൊക്കെ ഉള്ളത്, എനിക്ക് ഇത്രയും ബുദ്ധിയുണ്ട്, ഞാൻ ഇൻ്റലിജൻ്റ് ആണ്, അപ്പോൾ ഇങ്ങനെ ഒരു മണ്ടനെ അയാളുടെ കയ്യിലിരിക്കുന്ന കാശെല്ലാം ഞാൻ എൻ്റേതാക്കും. ഇഫ് ഐ വുഡ് ടൈം എക്സ്പെൻഡ് വിത്ത് സച്ച് എ സ്നൈപ്പ്. സോ എൻ്റെ സമയം ഫുള്ള് ഞാൻ ഈ ഒരു ഫൂളിഷ് പേഴ്സൻ്റെ കൂടെ ഞാൻ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഗെയിനെങ്കിലും ഉണ്ടാവേണ്ടതുണ്ട്. ബട്ട് ഫോർ മൈ സ്പോർട്ട് ആൻഡ് പ്രോഫിറ്റ്. ഇനി വെറുതെ എനിക്ക് കാശിന് വേണ്ടി മാത്രമല്ല, ഒരു എൻ്റർടൈൻമെൻറ്റും കൂടി കിട്ടിക്കോട്ടെ. അത് ആലോചിച്ച് നോക്കണം. ഒരു മനുഷ്യനെ പറ്റിക്കുന്നുണ്ട്, ഒരു ഫോൾസ് ആയിട്ടുള്ളൊരു പ്രോമിസ്, ഒരു ഹോപ്പ് കൊടുക്കുന്നുണ്ട്, ആ പെൺകുട്ടീനെ കല്യാണം കഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾസ് പ്രോമിസ് കൊടുക്കുന്നുണ്ട്. അത് കാരണം അയാളുടെ കയ്യിലുള്ള കാശെല്ലാം കൈക്കലാക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഗെയിൻ മാത്രമല്ല, എനിക്കിതൊരു സ്പോർട്ടാണ്, എനിക്കിതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഒരാളെങ്ങനെ പറ്റിച്ച് വഞ്ചിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് എനിക്കതൊരു രസമാണ്, ഒരു ഹരമാണ് എന്ന് പറയുന്നുണ്ട്. അടുത്താണ് ഒഥല്ലോനെ പറ്റി സംസാരിക്കുന്നത്. ഐ ഹേറ്റ് ദ മൂർ. അപ്പോൾ മൂറിനെ എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, വെറുപ്പാണെന്നാണ് പറയുന്നത്. ഹെയ്റ്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വേർഡ് തന്നെയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആലോചിക്കണം, സ്വന്തം ബോസായിട്ട് വരുന്ന ഒരാളാണ് ഒഥല്ലോ. ഇവിടെ ലെഫ്റ്റനൻ്റ് ആക്കിയില്ല എന്നുള്ളൊരു കാരണത്താലാണ് ഈ പറയുന്നത്, എനിക്ക് അയാളെ വെറുപ്പാണ്. ആൻഡ് ഇറ്റ് ഈസ് തോട്ട് അബ്രോഡ് ദാറ്റ് ട്വിക്സ്റ്റ് മൈ ഷീറ്റ്സ് ഹാസ് ഡൺ മൈ ഓഫീസ്. അടുത്ത് പറയുന്നൊരു കാര്യം, ഇയാഗോയുടെ വൈഫാണ് എമീലിയ. സോ എമീലിയ എന്ന് പറയുന്നത് ഇയാഗോയുടെ വൈഫാണ്. അപ്പോൾ ഒരു റൂമർ സ്പ്രെഡ് ആയിട്ടുണ്ട്, ഒഥല്ലോ ഇയാഗോയുടെ വൈഫായിട്ടുള്ള എമീലിയയുടെ കൂടെ ഒരു അവിഹിതം ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ ഒരു കഥ അവിടെ പരക്കുന്നുണ്ട്. അതിനാണ് അബ്രോഡ് ദ ട്വിക്സ്റ്റ് മൈ ഷീറ്റ്സ്, ബെഡ്ഷീറ്റ്സിനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഐ നോ നോട്ട് ഇഫ് ഇറ്റ് ബി ട്രൂ. സോ എന്നിട്ട് ഇയാഗോ തന്നെ പറയുന്നുണ്ട്, അതിനൊരു പ്രൂഫും ഇല്ല, ചിലപ്പോൾ അത് വെറും ഒരു റൂമർ മാത്രമായിരിക്കാം, കാരണം എൻ്റെ പക്കൽ അതിനുള്ളൊരു പ്രൂഫും ഇല്ല. പിന്നെ ഒഥല്ലോ ഒരു നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് ഒരിക്കലും ഒരു ഫ്രണ്ടായിട്ട് കണക്കാക്കുന്ന ഒരു തൊട്ട് താഴെയുള്ളൊരു ഓഫീസറാണ് ഇയാഗോ, അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ഒഥല്ലോ ചെയ്യില്ല, അതിന് പ്രൂഫും ഒന്നും ഇല്ല. ബട്ട് ഐ ഫോർ മിയർ സസ്പീഷൻ ഇൻ ദാറ്റ് കൈൻഡ് വിൽ ഡു ആസ് ഇഫ് ഫോർ ഷ്യൂരിറ്റി. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇയാഗോ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു മാനിപ്പുലേറ്റഡ് ചിന്താഗതി. അപ്പോൾ അതിനൊരു പ്രൂഫ് ഇല്ലെങ്കിൽ പോലും ഞാനത് വിശ്വസിക്കാൻ പോവുകയാണ്. ആ ഒരു സസ്പീഷൻ മാത്രം, അല്ലെങ്കിൽ ആ കേട്ടൊരു റൂമർ മാത്രം മതി എനിക്കത് വിശ്വസിച്ച് അതിൻ്റെ പുറത്ത് ആക്ട് ചെയ്യാൻ. ഹി ഹോൾഡ്സ് മീ വെൽ. അതായത് ഒഥല്ലോയ്ക്ക് ഇയാഗോൻ്റെ കൂടെ നല്ല ട്രസ്റ്റ് ഉണ്ട്, നല്ല വിശ്വാസത്തിൽ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരാളുടെ വൈഫിൻ്റെ കൂടെ അങ്ങനെ ഒരു കാര്യം എന്തായാലും ഒഥല്ലോ ചെയ്യില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഇയാഗോയ്ക്കുണ്ട്. പക്ഷെ അങ്ങനെ വിചാരിക്കാതിരിക്കാനാണ് ഇയാഗോയ്ക്ക് ഇഷ്ടം. ദ ബെറ്റർ ഷാൾ മൈ പേർപ്പസ് വർക്ക് ഓൺ ഹിം. ഞാനങ്ങനെ അയാളെ വിശ്വസിക്കാതിരുന്നാൽ മാത്രമേ എൻ്റെ ഉദ്ദേശം നടക്കത്തുള്ളൂ. വലിയൊരു ചതിയാണ് ഇദ്ദേഹം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ചതി കൃത്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇയാളെ വിശ്വസിക്കാതിരിക്കണം, ഞാൻ ഇയാളെ സംശയിക്കാതിരിക്കണം, ഇയാളെ ഞാൻ വെറുത്തുകൊണ്ടേയിരിക്കണം. ഇനിയാണ് ആ പ്ലാൻ പറയാൻ പോകുന്നത്. കാസിയോസ് എ പ്രോപ്പർ മാൻ. സോ എൻ്റെ പ്ലാൻ നടക്കാൻ കാസിയോ ആണ് ഞാൻ കരുവാക്കാൻ പോകുന്ന വ്യക്തി. അയാൾ ഹാൻഡ്സമാണ്, നല്ലൊരു ആൺകുട്ടി, ഒരു ചുണ ഉള്ള ഒരു ആൺകുട്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ്. തിരിച്ച് നമ്മുടെ ഒഥല്ലോനെ നോക്കുകയാണെങ്കിൽ ഒഥല്ലോ അത്യാവശ്യം പ്രായമായൊരു മനുഷ്യനാണ്. ഒരു പ്രായം മീൻസ് ഒരു 40 അടുപ്പിച്ച് പ്രായം വരുന്ന ഒരാളാണ് ഒഥല്ലോ. ലെറ്റ് മീ സീ നൗ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാൻ ഡിവൈസ് ചെയ്യുക. അപ്പോൾ കാസിയോ ഉണ്ട് പ്ലാനിനകത്ത്, ഇയാഗോ ഉണ്ട് പ്ലാനിനകത്ത്. അപ്പോൾ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും? കാസിയോനോടും
ഇയാഗോയ്ക്ക് ചെറിയൊരു വെറുപ്പുണ്ട്. ബിക്കോസ് ഇയാഗോയ്ക്ക് കിട്ടേണ്ടിയിരുന്ന പ്രൊമോഷൻ കാസിയ ആണല്ലോ കൊണ്ടുപോയത്. To get his place and to plume up my will in double knavery. How, let's see. സോ ഇപ്പോൾ 2 ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ഒഥല്ലോയുടെ ലൈഫ് തകർക്കണം. 2, കാസിയോയ്ക്ക് കിട്ടിയ പ്രൊമോഷൻ തട്ടിയെടുക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങളെ ഡബിൾ നേവറി, ഒറ്റ ഷോട്ടിന് നമ്മളിങ്ങനെ പറയാം ഒരു വെടിക്ക് 2 പക്ഷി, അതുപോലെ എനിക്ക് ഒറ്റ കാര്യം ചെയ്തുകൊണ്ട് 2 കാര്യങ്ങളും എനിക്ക് റിസീവ് ചെയ്യാൻ പറ്റണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും, ലെറ്റ്സ് സീ എന്ന് പറഞ്ഞിട്ട് ആലോചിക്കുക. ഇതെല്ലാം സ്റ്റേജിലൊരു പെർഫോമൻസ് ആയിട്ട് നടക്കുകയാണ്. മേ ബി ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഒന്ന് നിർത്തിയിട്ട് ആലോചിക്കുന്നുണ്ടാവാം. ആഫ്റ്റർ സം ടൈം ടു അബ്യൂസ് ഒഥല്ലോസ് ഇയർ. സോ ഒരു കാര്യം ചെയ്യാം, ഇച്ചിരി ദിവസം അങ്ങോട്ട് കഴിയട്ടെ, ഒഥല്ലോയുടെ ചെവിയിൽ പോയിട്ട് കുറേ ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പോയിസൺ ചെയ്യാം. അയാളുടെ ചെവിയിൽ പോയിട്ട് കുറേ വിഷം തുപ്പാം എന്നാണ് ഈ പറയുന്നത്. ദാറ്റ് ഹീ ഈസ് ടു ഫെമിലിയർ വിത്ത് ഹിസ് വൈഫ്. പോയിട്ട് എന്ത് പറയാം, ഡെസ്റ്റിമോണയും കാസിയോയും തമ്മിൽ എന്തെങ്കിലും അവിഹിതം ഉള്ളതായിട്ട് പറഞ്ഞു വരുത്താം, അല്ലെങ്കിൽ അവർ തമ്മിൽ അത്ര ശരിയല്ലാത്ത വഴിവിട്ട ഒരു ബന്ധമുണ്ട് എന്ന് പറയാം. ഹീ ഹാഡ് ദ പേഴ്സൺ ആൻഡ് എ സ്മൂത്ത് ഡിസ്പോസ്. കാരണം എന്താ, കാസിയോനെ കാണാൻ കുറച്ചും കൂടി ഒരു മെച്ചപ്പെട്ട, ഹാൻസമാണ്, യങ് ആണ്, മൊത്തം സ്ത്രീകൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മനുഷ്യനാണ് കാസിയോ. ടു ബി സസ്പെക്റ്റഡ്, ഫ്രെയിം ടു മേക്ക് വിമൻ ഫോൾസ്. അയാളുടെ ആ ഒരു ലുക്കും ആ ഒരു ഹാൻഡ്സംനെസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏത് പെൺകുട്ടിയും അയാളുടെ വലയിൽ വീഴും എന്നുള്ളത് ഷുവറാണ്. സോ അതുകൊണ്ട് ഈ ഒരു കഥ ഞാൻ സ്പ്രെഡ് ചെയ്താൽ പോലും അതിലൊരു ഡൗട്ടും തോന്നത്തില്ല. കാരണം അയാൾക്ക് അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, കാണാനൊക്കെ ഭംഗിയുണ്ട്. അതുകൊണ്ട് ആ കഥ വിശ്വാസം തോന്നുന്നൊരു കഥയാണ്. ദ മോർ ഈസ് ഓഫ് എ ഫ്രീ ആൻഡ് ഓപ്പൺ നേച്ചർ. സോ ഒഥല്ലോ എന്ന് പറയുന്ന വ്യക്തി എന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാനൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയവും പ്രകടിപ്പിക്കാതെ എന്നെ അങ്ങോട്ട് വിശ്വസിച്ചോളും. That things men honest that but seem to be so. അദ്ദേഹം ആൾക്കാരെ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം അയാളൊരു ഓണസ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ചുറ്റിനുള്ള എല്ലാവരും ഓണസ്റ്റ് ആയിട്ടുള്ള മനുഷ്യരാണ്, എല്ലാവരും സത്യസന്ധരാണെന്ന് വിചാരിക്കുന്ന ഒരു മണ്ടനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഒഥല്ലോ എന്നാണ് കരുതുന്നത്. അപ്പോൾ ഒഥല്ലോ എന്ന് പറയുന്ന ആളുടെ ക്യാരക്ടറും നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. വളരെ നല്ല ഒരു വ്യക്തിയാണ്. താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ പോലും വിശ്വസിക്കുന്ന, അവർക്ക് പോലും ഒപ്പീനിയൻസ് പറയാൻ ഉള്ളൊരു സ്പേസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഒഥല്ലോ. ആൻഡ് will as tenderly be led by thy nose as asses are. സോ ഒഥല്ലോനെ കൃത്യമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കിപ്പോൾ നല്ല ബോധ്യമുണ്ട്. ഞാൻ പതുക്കെ പറഞ്ഞു അയാളെ മാനിപ്പുലേറ്റ് ചെയ്യും. ആസസിനെ പറ്റിക്കുന്ന പോലെ, അതായത് കഴുതകളെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് കഴിക്കാനൊരു പുല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഈ മണമുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് ആഹാരത്തിൻ്റെ ഒരു മണം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ആനിമൽസ് അതിൻ്റെ പുറകെ വരത്തില്ലേ, അതുപോലെ ഞാൻ ഒഥല്ലോനെ ഒരു കഴുതേനെ പോലെ കൊണ്ടുപോയി പറ്റിക്കും എന്ന് പറയുവാണ്. ഐ ഹാവ് ഇറ്റ് ഈസ് എൻജെൻറ്റഡ്. സോ ഇതാണ് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലീറ്റ് പ്ലാൻ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഹെൽ ആൻഡ് നൈറ്റ് മസ്റ്റ് ബ്രിങ് ദിസ് മോൺസ്റ്റേഴ്സ് ബർത്ത് ടു ദ വേൾഡ്സ് ലൈറ്റ്. അടുത്തൊരു പ്രാർത്ഥന പോലെ പറയുന്നതാണ്, നരകവും രാത്രിയും ഒക്കെ എൻ്റെ കൂടെ നിന്നിട്ട് വേണം എൻ്റെ ഈ പ്ലാൻ ആകുന്ന മോൺസ്റ്റേഴ്സ് ചൈൽഡ്, ഒരു രാക്ഷസ കുഞ്ഞാണ് എൻ്റെ ഈ പ്ലാന്, അതിനെ വേൾഡിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ രാത്രിയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യണം. നരകം എൻ്റെ കൂടെ നിൽക്കണം. കാരണം ഇതൊരു വളരെ ഒരു പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ ഒരു ദൈവവും കൂടെ നിൽക്കില്ല. അപ്പോൾ കൂടെ നിൽക്കാൻ ഇനി നരകം മാത്രമേ ഉണ്ടാവുള്ളൂ. നരകം എൻ്റെ കൂടെ ഉണ്ടാവണം. ഇതൊരു ഈവിൾ പ്ലാനാണ്, ഇത് നടത്താൻ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇയാഗോയുടെ ഈ സോളിലൊക്കെ ഇവിടെ അവസാനിക്കുവാണ്. ഇനി തുടർന്ന് കുറേ കാര്യങ്ങൾ നടക്കുന്നത് ട്രാജഡിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കീ ഫിഗേഴ്സിനൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ളത് ഊഹിക്കാവുന്നതാണ്. ഇനി ഒഥല്ലോ വായിക്കാൻ സമയമില്ല, മുഴുവൻ വായിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിൽ തന്നെ കളിയാട്ടം എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഇറങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഒഥല്ലോ എന്ന് പറയുന്ന കഥയുടെ അഡാപ്റ്റേഷനാണ് ആ ഒരു മൂവിയിൽ വരുന്നത്. ഒന്ന് കണ്ടു നോക്കുക. ഇയാഗോയുടെ റോള് ലാൽ ആണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു മൂവിയാണ്, കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു കഥയുടെ ഒരു സംഭവം മനസ്സിലാവുന്നതാണ്. സോ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് എന്തൊക്കെയായിരുന്നു ഇയാഗോയുടെ പ്ലാൻ, എന്താണ് ഒഥല്ലോയോടുള്ള ദേഷ്യം എന്താണ്, കാസിയോടുള്ള ദേഷ്യം എന്താണ്, ഈ കാര്യമൊക്കെ ഓർക്കുക. ഇവിടെ ഈ ഐ ഹാവ് ഇറ്റ് ഈസ് എൻജെൻറ്റഡ്. അപ്പോൾ എന്താണ് എൻജെൻഡർ ചെയ്തിട്ടുള്ളത്, എന്താണ് പ്ലാൻ എന്നൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കുക. നമ്മളൊന്ന് നോക്കേണ്ടത് ഇയാഗോയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. ആദ്യം തന്നെ പറയാൻ പറ്റുന്നത് ഹീസ് മാനിപ്പുലേറ്റീവ് ആൻഡ് എക്സ്പ്ലോയിറ്റേറ്റീവ്. ഓപ്പണായിട്ട് പറയുന്നുണ്ട്, വെറുതെ ആൾക്കാരെ യൂസ് ചെയ്യുന്നതാണ് സ്വന്തം ബെനിഫിറ്റിന് വേണ്ടിയിട്ട്. ഈവൻ റോഡ്രിഗോനെ ഒരു ഫൂളാണെന്ന് പറയുന്നുണ്ട്. കാശിന് വേണ്ടി മാത്രമല്ല, ഒരാളെ ദ്രോഹിക്കുന്ന ഒരു സുഖത്തിന് വേണ്ടിയും കൂടി ദ്രോഹിക്കുന്നൊരു വ്യക്തിയാണ്. അടുത്ത് പറയാൻ പറ്റുന്നത് സെൽഫിഷാണ്, ഗ്രീഡിയാണ്. സ്വന്തം പേഴ്സണൽ ഗെയിനും പേഴ്സണൽ പ്രോഫിറ്റിനും വേണ്ടി മാത്രം ആൾക്കാരെ യൂസ് ചെയ്യുന്നു.
പിന്നെ കാശ്, പവർ ഇതൊക്കെയാണ് കൂടുതലായിട്ടും നോക്കുന്നത്. അല്ലാണ്ട് മൊറാലിറ്റിയോ വിശ്വസിച്ച് കൂടെ വന്നൊരു ഓർഡറുകനെ നോക്കണമെന്നോ അല്ലെങ്കിൽ തന്നെ നോക്കുന്ന ആളാണ് ഒഥല്ലോ, അയാളെ നോക്കണമെന്നോ ഒന്നും ഒരു വിചാരമില്ല. അങ്ങനത്തൊരു ദുഷ്ട മനുഷ്യൻ. ഡീപ്ലി ഹേറ്റ്രഡ് ഫിൽഡ്. ഹിസ് ഹേറ്റ്രഡ് ഫോർ ഒഥല്ലോ ഈസ് ഇൻറ്റൻസ് ആൻഡ് പേഴ്സണൽ. ഇറ്റ് ഈസ് നോട്ട് ഫുള്ളി ജസ്റ്റിഫൈഡ്. സോ ഒഥല്ലോയുടെ കൂടെ ഭയങ്കര വെറുപ്പ് കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ആ വെറുപ്പിനൊരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല. പറയുന്ന സംശയം പോലും സത്യമല്ല. ഒഥല്ലോ നല്ല മനുഷ്യനാണെന്നും പറയുന്നുണ്ട്. അതിനോടൊപ്പം വൈഫിനെ വെച്ചിട്ട് സസ്പീഷൻ നടത്തുന്നുണ്ട്. പക്ഷെ അതിനൊന്നും തന്നെ ഫാക്റ്റില്ല, റൂമർ മാത്രമാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ഓർത്ത് വയ്ക്കുക. ഐ ഹേറ്റ് ദ മോർ എന്ന് പറയുന്ന ഡയലോഗ് ഓർക്കാൻ എളുപ്പമാണ്. ദെൻ ഹീസ് സസ്പീഷ്യസ് ആൻഡ് ജലസ്. ഭയങ്കര ഒരു സംശയരോഗിയാണ്, അതേസമയം ജലസുമാണ്. ഭയങ്കര സംശയമുണ്ട്. അതിനോടൊപ്പം എൻ്റെ വൈഫ് എൻ്റെത് മാത്രമാണെന്നുള്ളൊരു പൊസസീവ് സാധനവും വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ വൈഫുമായിട്ട് അങ്ങനൊരു സസ്പീഷൻ മാത്രമേ ഉള്ളൂ, എന്നിട്ട് പോലും അത് വിശ്വസിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതൊരു വിയേർഡ് ചിന്താഗതിയാണ്. പിന്നെ ഡിസെപ്റ്റീവാണ്, ടു ഫേസ്ഡ് ആണ്. ഒരേ സമയം രണ്ട് ഫേസ് ഉണ്ട്. ചതിയനാണ്, ഡിസെപ്റ്റീവാണ്. ഇയാഗോ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒഥല്ലോനെ ചതിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സീക്രട്ട് പ്ലോട്ടൊക്കെ അതിനു വേണ്ടി വയ്ക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ചതിക്കുകയും ചെയ്യുന്നുണ്ട്. ഒഥല്ലോയുടെ കൂടെ ഒപ്പം നിൽക്കുവാണ് ഞാനെന്ന് കാണിക്കുന്നുമുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഹീസ് ഇൻ്റലിജൻ്റ് ആൻഡ് സ്ട്രാറ്റജിക്കലി ക്ലെവർ. ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ ആൾക്കാരെ പറ്റിക്കാമെന്ന് സ്ട്രാറ്റജിയൊക്കെ എടുക്കാൻ മാത്രം അത്രയും ബുദ്ധിയുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇയാഗോ. അതും പറയുന്നുണ്ട്. ആഫ്റ്റർ സം ടൈം ടു അബ്യൂസ് ഒഥല്ലോസ് ഇയർ എന്ന് പറയുന്ന ആ ഡയലോഗിനകത്തൊക്കെ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ കാസിയോ ഉണ്ട്. അതും അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ രണ്ടുപേരെ സെപ്പറേറ്റ് ആയിട്ട് ഉപദ്രവിക്കുക എന്നുള്ളതല്ല, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ഡബിൾ നെയ്വർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ആൻഡ് ഹീസ് അംബീഷ്യസ് ആൻഡ് പവർ ഹംഗ്രി. എങ്ങനെയെങ്കിലും ഭയങ്കര അത്യാഗ്രഹവും അത്യാർത്ഥിയും ഒക്കെ ഉള്ള ഒരാളാണ്. പവർ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. കാസിയോയ്ക്ക് ഡിസേർവിങ് ആയിട്ടുള്ള ലെഫ്റ്റനൻ്റ് പദവി കിട്ടിയത് കൊണ്ടാണ് ഈ ഒരു ദേഷ്യം വന്നിട്ടുള്ളത് പോലും. പിന്നെ ഹ്യൂമൻ നേച്ചറിൻ്റെ ഒരു കീൻ ഒബ്സർവറാണ്. അപ്പോൾ കാസിയോയുടെ കാര്യം വെൽ ഡിഫൈൻഡ് ആയിട്ട് പറയുന്നുണ്ട്. റോഡ്രിഗോ മണ്ടനാണെന്ന് പറയുന്നുണ്ട്. ഒഥല്ലോ നല്ല മനുഷ്യനാണെന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാ മനുഷ്യരുടെയും കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുന്ന ആളാണ്. പിന്നെ നമുക്ക് അവസാനം പറയാൻ പറ്റുന്നത് ക്രൂവലാണ്, സാഡിസ്റ്റിക്കാണ്. ആർക്കെന്ത് വന്നാലും പ്രശ്നമില്ല, എനിക്ക് എൻ്റെ സ്പോട്ട് നടക്കണം, ആ ഒരു ചിന്തയിലുള്ള വ്യക്തി. സോ ഇത്രയും മനസ്സിലാക്കുന്നത് ഈ ഒരു സോളിലോക്കിൽ നിന്ന് ഇയാഗോ വളരെ കാൽക്കുലേറ്റിങ്ങും മാനിപ്പുലേറ്റീവും ഒക്കെ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. പിന്നെ ഷേക്സ്പിയറിൻ്റെ തന്നെ കഥകളിലെ ഏറ്റവും ഒരു മോൺസ്ട്രസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ആൻറ്റഗണിസ്റ്റാണ് ഇയാഗോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ, വളരെ താഴെക്കിടയിലുള്ളൊരു മനുഷ്യൻ, അയാളാണ് ഈ കഥയുടെ വില്ലൻ. അപ്പോൾ അത്രയ്ക്കും ദുഷ്ടനാവുന്ന ഒരു ലെവലിലേക്ക് വളർന്നു വരാൻ പറ്റുന്ന ഒരു ആൻറ്റഗോണിസ്റ്റാണ് ഇയാഗോ. സോ ഇത്രേ ഉള്ളൂ. ഒന്ന് നോക്കി വയ്ക്കുക, സിനിമയിൽ നിന്ന് കണ്ടു നോക്കുക, അല്ലെങ്കിൽ എൻ്റയർ പ്ലേയുടെ ഒരു സിനോപ്സിസ് ഒന്ന് വായിച്ചു നോക്കുക. അത് ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.